പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGP ഉണ്ട്. അയാൾക്കെതിരെ നടപടി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പായിട്ടില്ല. അയാൾക്ക് പ്രൊമോഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടില്ല. എന്തായാലും അയാളുടെ പേരിങ്ങനെ ചർച്ചയിൽ കിടക്കുകയാണ് എല്ലാ ദിവസവും. അയാൾ പിണറായി വിജയൻ്റെ കാലത്ത് ഒരു സർവ്വസൈന്യാധിപനെ പോലെ ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP ആയി വിരാജിച്ചിരുന്ന ആളായിരുന്നു. പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. പക്ഷേ അയാൾ ആലപ്പുഴയിൽ നടത്തിയ രക്ഷാപ്രവർത്തനം, പിണറായി വിജയൻ്റെ അംഗരക്ഷകർ വന്നിട്ട് AD തോമസ് എന്നും എന്തോ ജുവൽ മാത്യു എന്നും പറഞ്ഞിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അതിഭീകരമായി ക്രൂരമായി മർദ്ദിക്കുന്ന ആ വിഷയത്തിൽ അന്വേഷണത്തിൻ്റെ മുൾമുനയിൽ അയാൾ നിൽക്കുകയാണ്. അതിൻ്റെ അന്വേഷണം പൂർത്തിയായി. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് DGPക്ക് കിട്ടി. DGP അത് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തിന് കൊടുത്തു. ആ അന്വേഷണ സംഘം ആ റിപ്പോർട്ട് വീണ്ടും DGPക്ക് കൊടുത്ത് ആ DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ കയ്യിലിരിക്കുകയാണ്. അത് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അല്ലാതാവാൻ സാധ്യതകളൊന്നുമില്ല. അതിൻ്റെ ഭാഗമായി അയാൾക്ക് 30-ാം തീയതി നടക്കാൻ പോകുന്ന DGP പ്രൊമോഷനിൽ ആ പ്രൊമോഷൻ അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നും ആണ് ഞാൻ വിശ്വസിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഞാൻ ഈ എം.ആർ. അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്, അയാളുടെ ചെയ്തികൾ എന്തൊക്കെയാണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ഒന്ന് വിശദമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ പോരാട്ട വഴിയിൽ പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ 10-20 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ഞാൻ ആദ്യമായി പോരാടിയത്, ആ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്, ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരായിട്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു. പക്ഷേ റിട്ടയർ ചെയ്തെങ്കിലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ടോമിൻ തച്ചങ്കരി. ടോമിൻ തച്ചങ്കരി പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്നു. നമുക്കറിയാം, 2016 അന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുമായി TP സെൻകുമാർ DGP ആയി വന്നപ്പോൾ TP സെൻകുമാറിനെ നിരീക്ഷിക്കാനും അയാളെ വളഞ്ഞു വെക്കാനും വേണ്ടിയിട്ട് പിണറായി വിജയൻ പോലീസ് ആസ്ഥാനത്ത് നിയമിച്ച ADGP അഡ്മിനിസ്ട്രേഷനായിരുന്നു ടോമിൻ തച്ചങ്കരി. പിണറായി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തച്ചങ്കരി എന്ന് നമുക്കറിയാം. അയാൾ പിന്നീട് DGP ആയി. DGP ലോ ആൻഡ് ഓർഡർ അല്ല, DGP റാങ്കിൽ അദ്ദേഹം എത്തി. അദ്ദേഹം അവിടുന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അയാളുടെ പേരാണ് ടോമിൻ തച്ചങ്കരി. രണ്ടാമത് ഞാൻ സമരം ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ADGP S. ശ്രീജിത്ത്. അയാളും പിണറായി വിജയൻ്റെയും P. ശശിയുടെയും ഒക്കെ വത്സല വിനീത വിധേയനായിരുന്നു. ഈ UDF സർക്കാർ വന്നപ്പോൾ അയാൾ ലോ ആൻഡ് ഓർഡർ ADGP ആകാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കി. അയാൾ നടത്തിയ ശ്രമങ്ങളൊക്കെ ഞാൻ ഇന്നലെ പിന്നെ ഞാൻ നോക്കാറിഞ്ഞ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അയാളെ പുതിയ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ശക്തമായ സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് അയാളെ ആ സ്ഥാനത്ത് വെക്കാതിരിക്കും. അയാളെ ഇപ്പോൾ ജയിൽ ആൻഡ് കറപ്ഷണൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിലെ ADGP ആക്കി അയാളെ മാറ്റി നിർത്തുകയും ചെയ്തു. വലിയ ഇച്ഛാശക്തിയാണ് രമേശ് ചെന്നിത്തല ആ കാര്യത്തിൽ കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ കാര്യത്തിൽ ആ ADGP S. ശ്രീജിത്തിനെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടാണ് ഞാൻ എൻ്റെ പോർമുഖം തുറന്നിട്ടുള്ളത്. അത് രണ്ടും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഈ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതാത് ഭരണകൂടങ്ങളുടെ വിശ്വസ്ത വിനീത വിധേയന്മാരായിരുന്നുവെന്നും അവരെന്ത് പറഞ്ഞാലും ബഹുമാനത്തോടുകൂടി അത് ചെയ്തു കൊടുക്കുന്നവരായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവും എനിക്കില്ല. പക്ഷേ അവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഭരണകൂടത്തിന് വേണ്ടി, സ്റ്റേറ്റിന് വേണ്ടി എന്ത് നീചമായ പ്രവർത്തനങ്ങളും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ് എം.ആർ. അജിത് കുമാർ എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ഭരണകൂടത്തിന് വേണ്ടി എന്തും ചെയ്യാനും, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി എന്തു പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ടോമിൻ തച്ചങ്കരിയോടും അത്തരം കാര്യങ്ങൾ DGP S. ശ്രീജിത്തിനോടും പറഞ്ഞിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം സംബന്ധിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ എം.ആർ. അജിത് കുമാർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ തരം താഴുന്നത് നിലവാരത്തിലേക്ക്
ടോമിൻ തച്ചങ്കരിയും എസ് ശ്രീജിത്ത് പോലും തരം താഴ്ന്നിട്ടില്ല എന്ന് പറയാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിന് നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. എന്താണ് ആദ്യത്തെ ഉദാഹരണം? നമുക്കറിയാം 2020 മറ്റോ ആണ് സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം, ഗ്രീൻ ചാനൽ കൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്. അന്ന് എ ഡി ജി പി ആയിട്ട് എം ആർ അജിത് കുമാർ വിജിലൻസ് ഡയറക്ടറുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം പൊട്ടിപ്പുറപ്പെട്ടു. അതിൻ്റെ ഒരു ഘട്ടം വന്നപ്പോൾ സ്വപ്ന സുരേഷ് ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് വിശദമായി കൊടുത്തു. ആ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പിണറായി വിജയനെതിരായി ശക്തമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ആ പുറത്തു വരുന്ന സമയത്ത് സ്വപ്ന സുരേഷിനെ കാണാൻ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞ പേരിൽ ഒരാൾ പാലക്കാട് അവരെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. ആ ചെല്ലുന്ന മാധ്യമപ്രവർത്തകൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സ്വപ്ന സുരേഷ് കൊടുത്ത ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകൻ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നത്. ഈ മാധ്യമപ്രവർത്തകനെ വിട്ടത് എം ആർ അജിത് കുമാറാണ് എന്നുള്ള ആരോപണം അന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകൻ സ്വപ്ന സുരേഷിൻ്റെ മുന്നിലിരുന്ന് അവരോട് സംസാരിക്കുന്നതിനിടയിൽ ഏതാണ്ട് ഒരു 1.5 ഡസൻ തവണ എം ആർ അജിത് കുമാറിൻ്റെ ഫോൺ ഈ മാധ്യമപ്രവർത്തകന് വന്നുകൊണ്ടിരുന്നു എന്നുള്ള വിവരം നമ്മളോട് പറഞ്ഞത് മറ്റാരുമല്ല, സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷിനെ ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ സമ്മർദ്ദം ഈ മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുക, ഇങ്ങനെ ചോദിക്കുക, അങ്ങനെ സമ്മർദ്ദം ചെലുത്തുക, ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകനെ നിരന്തരം അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന എം ആർ അജിത് കുമാർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം പൊതുമണ്ഡലത്തിൽ നമ്മളോട് പറഞ്ഞത് സ്വപ്ന സുരേഷ. സുഹൃത്തുക്കളെ, എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇയാൾ സ്വപ്ന സുരേഷുമായി വിളിച്ചിട്ടുള്ള ഫോൺ കോൾ റെക്കോർഡ്സ് അന്ന് പുറത്തു വന്നു. അത് പൊതുമണ്ഡലത്തിൽ വന്നു. ആലോചിച്ച് നോക്കണം നമ്മൾ. അതിനുശേഷം അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? വിജിലൻസിന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വപ്നയുടെ കൂടെ ജീവിച്ചിരുന്ന കൂട്ടുപ്രതിയായിട്ടുള്ള സരിത്തിനെ എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചു പറിച്ച് വലിച്ചെടുത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലും ഇയാൾ തയ്യാറായി. ആരെ? എം ആർ അജിത് കുമാർ. എന്തിനു വേണ്ടി? തൻ്റെ രാഷ്ട്രീയ മേലാളന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്, പിണറായി വിജയനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ അത് ചെയ്തു. അങ്ങനെ ചെയ്തപ്പം, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ അയാളെ എന്തോ അപ്രധാനമായിട്ടുള്ള തസ്തികയിലേക്ക് മാറ്റി നിയമിച്ചെങ്കിലും അധികം കഴിയുന്നതിന് മുമ്പ് വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട ADGP ലോ ആൻഡ് ഓർഡർ എന്നുള്ള ചുമതലയിലേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്താ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പൂരം കലക്കി എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞത് ആരാ? CPIയുടെ മന്ത്രി കെ രാജനാ പറഞ്ഞത്. പൂരം കലക്കി. എന്തിനാ പൂരം കലക്കിയത്? BJPയെ സഹായിക്കാൻ. BJPയുടെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതിൽ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ ഇടപെടലാണെന്ന് ആർക്കാ സുഹൃത്തുക്കൾ അറിയാൻ പാടുള്ളത്? ആ പൂരം കലക്കാനുള്ള നിർണായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് എം ആർ അജിത് കുമാർ എന്നുള്ള ആരോപണം ഇടതുപക്ഷത്തെ പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള CPI ആണ് ഉയർത്തിയത്. കാരണം CPIയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ തോറ്റുപോയത്. അതിൻ്റെ അന്വേഷണം ഇപ്പോഴും എത്താതെ കിടക്കുകയാണ്. അപ്പം വിജയൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് BJPയെ സഹായിക്കുന്നു. ഇനി അയാൾ പിന്നീട് ചെയ്തത് എന്താ? അയാൾ സ്വകാര്യമായി RSSൻ്റെ ഉന്നത നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബോളെയും രാം മാധവനെയും കാണാൻ പോയി. എന്തിനു കാണാൻ പോയി? അയാൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അയാൾ കാണാൻ പോയത് വിജയന് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം സുഹൃത്തുക്കളെ? വിജയൻ്റെയും RSSൻ്റെയും ഇടയിൽ ഒരു പാലമായി നിന്ന ഉദ്യോഗസ്ഥനാണ് ഇയാൾ. എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉന്നതരായിട്ടുള്ള ഒരു കേരളത്തിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഈ എം ആർ അജിത് കുമാറിനെ കുറിച്ച് കേട്ടതുപോലെ ഉള്ള ഇത്ര നീചമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഭരണകൂടത്തിനു വേണ്ടി, അവരുടെ പിട്ടം താങ്ങാൻ വേണ്ടി, അവരുടെ കാല് നക്കാൻ വേണ്ടി ഏറ്റവും ഹീനമായിട്ടുള്ള, ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോലും മടിയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ എന്നാണ് എനിക്ക് അയാളെ അടയാളപ്പെടുത്തുമ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്തായാലും അയാൾ
ചെയ്ത കാര്യങ്ങൾക്കുള്ള ശിക്ഷ അയാൾക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടികളെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാളുടെ പങ്ക് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അയാൾ ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, കേരളം കണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ വെച്ച് ഇത്രയും നീചമായ പ്രവർത്തനങ്ങൾ ഭരണകൂടത്തിന് വേണ്ടി നടത്തുന്ന വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.